ഹായ് ഹലോ കൂട്ടുകാരെ, നമുക്ക് മഴതോരും മുൻപേടെ പുതിയൊരു വീഡിയോ കേട്ടാലോ? ആദ്യമായിട്ടാണ് കേൾക്കുന്ന കൂട്ടുകാരെ ലൈക്ക് തരാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. നമുക്ക് അലീനയുടെയും മനുശങ്കറിൻ്റെയും നാളത്തെ നല്ല കഥ കേൾക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ബാലൻ്റെ വീട്ടിൽ നല്ല ഗംഭീര സ്വീകരണം തന്നെയാണ് ശരണയ്ക്കും അമ്മയ്ക്കും കിട്ടുന്നത്. അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെ വിരുന്ന സമയത്ത് താങ്കൾക്ക് ഇവിടെ ഇങ്ങനെ ട്രീറ്റ് പോലും കിട്ടുമെന്നുള്ളത്. അവർ പേടിച്ചാണ് വന്നത്, കാണാൻ പോലും പറ്റുമെന്ന്. പക്ഷേ അതൊന്നുമല്ല, അതിലപ്പുറത്താണ് അവിടെ സംഭവിച്ചത്. കാണാൻ സമ്മതിക്കുമെന്ന് പോലും അവർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഫുഡ് കൊടുത്തു, ആഹാരം കൊടുത്തു, ഉച്ചയ്ക്ക് ചോറൊക്കെ കൊടുത്തു, അങ്ങനെയാണ് വിട്ടത് അവരെ. അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കുന്ന സമയത്ത് കഴിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിക്കും. ശരണ്യ അമ്മേനെ സന്തോഷമായി. പക്ഷേ ഇതൊക്കെ അകത്തൊന്നും കണ്ടുകൊണ്ടിരിക്കുന്ന വൈദേഹിക്കുണ്ടല്ലോ, ഒട്ടും അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. തൻ്റെ മോൻ ജയിലിൽ കയറാൻ കാരണമായത് ഇവർ ഒറ്റൊരുത്തിയാണ്. എന്നിട്ട് അവളെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റി സൽക്കരിക്കുന്നു. പക്ഷേ വൈജയന്തിക്ക് അവിടെ വോയിസില്ല. അങ്ങോട്ടേക്ക് വന്ന് എന്തെങ്കിലും പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ എന്തേലും ചിലപ്പോൾ തിരിച്ചടി ശരിക്കും. അതുകൊണ്ട് വൈജയന്തിക്ക് ഒന്നും മിണ്ടാതെ മുറിക്കകത്തിരിക്കാനേ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ആ സമയം ബാലചന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഓട്ടോക്കാരൻ ഷാജിയായിട്ട് സംസാരിക്കണം. അപ്പോൾ ഷാജീനെ ആഹാരം കഴിക്കാൻ വിളിച്ചിട്ട് ഷാജി ആഹാരം കഴിക്കാനായിട്ട് കൂട്ടാക്കിയില്ല, വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഷാജിയായിട്ട് സംസാരിക്കുന്ന സമയത്താണ് ബാലചന്ദ്രൻ പറഞ്ഞു, അതെ, ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളെ വീട്ടിലെ കുട്ടിയെ രക്ഷിച്ചല്ലേ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഷാജി ഒരു അത്ഭുതത്തോടു കൂടി ബാലചന്ദ്രൻ നോക്കും കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെ കുട്ടി എന്ന് പറയുമ്പോൾ സാധാരണ അങ്ങനെ പറയാൻ വഴിയുള്ളതല്ല. അലീന അവിടുത്തെ ജോലിക്കാരിയാണ്. പിന്നെ ഇവരെങ്ങനെ പറയണേ എന്താണെന്ന് അപ്പോഴും ബാലചന്ദ്രന് ഒരു പിടിയും കിട്ടില്ല. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, ഷാജിക്ക് ഇപ്പോൾ ഒരു സംശയം കാണില്ലേ, അലീനയെക്കുറിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അലീന ഇവിടുത്തെ ഒരംഗം പോലെ ഞങ്ങളെല്ലാം കാണുന്നു എന്ന് പറഞ്ഞു. ഒരു പറ്റം ആൾക്കാർ അലീനയെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ച സമയത്ത് അങ്ങോട്ടേക്ക് കൂടി വന്ന അലീനയെ രക്ഷിച്ചില്ലേ, അത് സാധാരണക്കാരനായ ഒരാൾക്ക് പറ്റുന്ന കാര്യമൊന്നുമല്ല. പക്ഷേ ഷാജിയുടെ ആ നല്ല മനസ്സിനെ എങ്ങനെ എനിക്ക് നന്ദി പറയണമെന്ന് അറിയില്ല. ഒരുപാട് നന്ദിയുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും ഈ കടപ്പാട് മറക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. ഷാജി പറയുകയെ അങ്ങനെയൊന്നുമില്ല, എനിക്ക് അലീനയെ മുമ്പ് തൊട്ട് അറിയാം. സാറിൻ്റെ വീട്ടിൽ ആയിട്ടിരിക്കുന്ന സമയത്ത് കിട്ടുന്ന ശമ്പളം ഒരു മാസത്തെ എത്ര രൂപ കിട്ടില്ലോ, അതിനകത്ത് നിന്ന് കുറച്ച് പൈസ എടുത്ത് ഇതിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ ഓട്ടോറിക്ഷ വിളിക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് അലീനയെ പരിചയം. അന്ന് മുതൽ ഞാൻ അനുഭവത്തോട് കൂടിയിട്ട് അവളെ നോക്കി കാണുന്നു. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ പൈസ കിട്ടുന്ന പോരാഞ്ഞിട്ട് പിന്നെ അവർ ഓരോ പ്രവൃത്തികളൊക്കെ ചെയ്യും. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമാണ് അലീനയുടെ സ്വഭാവം അന്ന് മുതൽ എന്നെ ആകർഷിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഓട്ടം വിളിക്കുന്ന സമയത്ത് ഓട്ടോക്കൂലി കുറച്ച് മേടിക്കാറുള്ളൂ എന്നൊക്കെ ഓട്ടോച്ചേട്ടൻ പറയുക. എനിക്കറിയാം. അത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, അത് അവളോട് നമ്മൾ എത്ര പറഞ്ഞാലും അവളെ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുള്ളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, നിനക്ക് കിട്ടുന്ന പൈസ നീ സേവ് ചെയ്ത് വെക്കാതെ. അപ്പോൾ അലീന പറയുക, ഒരു കാര്യമുണ്ട്, അവൾ സദനത്തിലായിരുന്ന സമയത്ത് ഓരോ വീടുകളിലും ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുമായിരുന്നു. അവിടെയുള്ള ആൾക്കാർക്ക് ആഹാരത്തിനൊക്കെ വക ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും അലീനയ്ക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പൈസ കൊടുക്കുക എന്ന് പറഞ്ഞാലും പക്ഷേ അവൾ വാങ്ങിക്കാൻ കൂട്ടാക്കിയില്ല എന്ന് പറഞ്ഞു. ഷാജി പറഞ്ഞു, ഇന്നത്തെ കാലത്ത് ഇങ്ങനെ പെൺകുട്ടികളൊക്കെ വളരെ ചുരുക്കം എന്ന് പറഞ്ഞ് ബാലചന്ദ്രനോട് പറയുകയാണ് ഷാജി. അത് ശരി, അലീന ഉള്ളത് കൊണ്ട് മാത്രമാണ് എൻ്റെ മോൻ ഇങ്ങനെ നിൽക്കുന്നത്. ഒരു പക്ഷേ ശരണ്യ അന്ന് കോടതിയിൽ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞില്ലായിരുന്നെങ്കിൽ എൻ്റെ മോൻ ഇങ്ങനെ നിൽക്കില്ലായിരുന്നു. എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ നിരപരാധിയായ അവനെ എല്ലാവരും ചേർന്ന് ക്രൂശിച്ച സമയത്ത് അലീനയാണ് രക്ഷിക്കാൻ വന്നത്. അലീന അവളെ സ്വാധീനിക്കാൻ ശ്രമിച്ചില്ല. പക്ഷേ എങ്കിലും അലീന വാക്കുകൾ അതാണ് അവൾക്ക് പ്രചോദനമായി മാറിയത്. ആ സമയത്ത് ഷാജി പറഞ്ഞു, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം സാറേ, അലീന എന്നോട് എല്ലാം
പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു. പിന്നെ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് അവളെക്കുറിച്ച് ഓർത്തിട്ട്. ഇപ്പോൾ ശരണ്യയെക്കുറിച്ച് കണ്ടോ, ശരണ്യയാണെങ്കിൽ 1-2 ദിവസമായി ആഹാരം പോലും നേരെ കഴിക്കാനില്ലായിരുന്നില്ല. അലീനെ കാണണം എന്നുള്ള ഒറ്റ വാശിയിലായിരുന്നു. അങ്ങനെയാണ് അവളെയും കൂട്ടി ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്തൊക്കെ പറഞ്ഞു അങ്ങനെ കുറച്ച് സമയം കൊണ്ട് സംസാരിച്ചു. ഒടുവിൽ യാത്ര പറഞ്ഞിങ്ങനെ ഈ സമയം അലീനയുടെ അടുത്ത് പോയി കവിതയും കൃഷ്ണമോളും അതുപോലെ ശരണ്യയും അമ്മയൊക്കെ സംസാരിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ ശരണ്യ യാത്ര പറഞ്ഞിരിക്കുന്ന സമയത്ത് പറഞ്ഞു, അതേ അലീന ചേച്ചി പനിയൊക്കെ കുറിഞ്ഞ് വരണം കേട്ടോ. പിന്നീട് കവിതയും കൃഷ്ണയും ക്ഷണിക്കുകയും ചെയ്തു. ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു ദിവസം വരണേ എന്ന് പറഞ്ഞ് കൃഷ്ണമോൾ ബബിതയും കൃഷ്ണമോളും പറഞ്ഞു, ഞാൻ എപ്പോഴേ റെഡി, എനിക്കിഷ്ടമാണ് വരാനായിട്ട്. ഞാൻ ഈ അലീന ചേച്ചിയോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ, എന്നെയും കൂടി ഒന്ന് കൂട്ടിക്കൊണ്ടു വരാമോ? പക്ഷേ അലീന ചേച്ചി എന്നെ കൂട്ടിക്കൊണ്ടു പോയില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശരണ്യ അമ്മ പറഞ്ഞു, ഇനിയിപ്പം പേടിക്കൊന്നും വേണ്ടല്ലോ, ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എപ്പോൾ വേണേലും അലീനെ കൂടെ നിങ്ങളും പോരെ എന്ന് പറഞ്ഞു. കൃഷ്ണമോൾക്കും അത് സന്തോഷമായിട്ടോ. അലീനോട് യാത്ര പറഞ്ഞ് താഴേക്ക് വരുമ്പോൾ ബാലചന്ദ്രൻ ഉണ്ടായിരുന്നു അവിടെ. അപ്പോഴേക്കും ഓട്ടോക്കാരൻ ഷാജി ഓട്ടോറിക്ഷ ഒക്കെ തിരിച്ചിടുകയായിരുന്നു. ആ സമയത്ത് ബാലചന്ദ്രൻ അടുത്ത് ചെന്നിട്ട് ശരണ്യ പറഞ്ഞു, അതേ അങ്കിളെ, ഞാൻ ഇങ്ങോട്ട് അലീന ചേച്ചിയെ കാണാൻ വരുന്ന സമയത്ത് എനിക്കൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഒരു ഭയവും പേടിയും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ പേടിയൊക്കെ എനിക്ക് മാറി എന്ന് പറഞ്ഞു. ആ സമയം ബാലചന്ദ്രൻ പറഞ്ഞു, പേടിക്കാനോ, എന്തിനു പേടിക്കണേ, ഞങ്ങൾ അങ്ങോട്ടേക്ക് നന്ദി പറയല്ലേ വേണ്ടേ. ഞങ്ങളുടെ കുടുംബത്തിന് ഈ സന്തോഷ സമാധാനമൊക്കെ ഉണ്ടെങ്കിൽ അത് മോള് കാരണം പറഞ്ഞു. എന്നാവശ്യമാണെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കരുത്, അലീനയോട് പറഞ്ഞാൽ മതി. ഇനി പഠിത്തത്തിൻ്റെ കാര്യം ഓർത്ത് മോൾ വിഷമിക്കുകയൊന്നും വേണ്ട, അതേ മോളുടെ പഠിത്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ആ സമയം അമ്മയുടെ പറഞ്ഞു, അത് വേണ്ട സാറേ, എനിക്കറിയാം നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കുറിച്ചൊക്കെ അലീന എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മോളെ പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാൻ മടിക്കരുത് എന്ന് പറഞ്ഞ് അങ്ങനെ സന്തോഷത്തോടു കൂടി യാത്ര പറഞ്ഞ് അവർ പോകുന്നത്. അങ്ങനെ അവരെ അങ്ങോട്ട് ഓട്ടോറിക്ഷ കയറി കഴിയുമ്പോഴത്തേക്കും കൃഷ്ണമോൾ പറഞ്ഞു, എന്ത് പാവമല്ലേ ശരണ്യയുടെ അമ്മയൊക്കെ അല്ലേ. ബാലേന്ദ്രൻ പറഞ്ഞു, അതുകൊണ്ടല്ലേ രോഹിത് രക്ഷപ്പെട്ട, അല്ലായിരുന്നെങ്കിൽ രോഹിത് ഒരു കാരണവശാലും രക്ഷപ്പെടില്ലായിരുന്നു എന്ന് പറയണം. രോഹിത്തിന് മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും സമാധാനമൊക്കെ തോന്നിയിട്ടോ ഇതൊക്കെ കണ്ടിട്ട്. ഇത്രയും നാളും മനസ്സിൽ ഉരുണ്ട് കൂടി കിടന്ന ഒരു ഭാരം ഒഴിഞ്ഞു പോയതുപോലെ ശരണ്യയെ കണ്ടപ്പോൾ. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അവൾക്കറിയാം, എന്നാലും അവളുടെ മുഖത്ത് നോക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ആയി കഴിഞ്ഞപ്പോഴേക്കും അതങ്ങോട്ട് മാറി കിട്ടി. ഈ സമയത്ത് ശരണ്യ അവരൊക്കെ വീട്ടിലേക്ക് പോകുന്ന സമയം ഓട്ടോക്കാരൻ ഷാജി പറഞ്ഞു, അല്ല, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് എന്തെന്ന് അറിയാമോ, ഇനിയിപ്പോൾ ആ വീട്ടുകാരെ എന്തെങ്കിലും ചീത്ത പറഞ്ഞ് ഇറക്കി വിടുമോ എന്ന്. ശരണ്യയുടെ അമ്മ പറഞ്ഞു, എനിക്കും അങ്ങനെ പ്രതീക്ഷയുണ്ടായിരുന്നു ഷാജി, ആ പേടിയോടുകൂടി ഞാനും പോയത്. ഇവളുടെ അച്ഛനാണെങ്കിൽ പറയുകയും ചെയ്തു, അങ്ങോട്ടൊക്കെ ചെന്നിട്ട് എന്ത് കാണിക്കാനാണ്, ആ വലിയ വീടും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞപ്പോൾ പൂർത്തിയായി, പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല എന്ന് ഷാജി പറഞ്ഞു. അത് ശരിയാ, അലീനയോട് ആ വീട്ടുകാർ നല്ല സ്നേഹം തന്നെയാണ്. ശരണ്യ പറഞ്ഞു, അത് ശരിയാ, ഞാനും അത് ശ്രദ്ധിച്ച കാര്യമാണ്. അലീന ചേച്ചി അവരെ പൊന്നു പോലെ നോക്കുന്നത്. അലീന ചേച്ചി എന്താണ് നല്ല ഭാഗ്യമുണ്ടെന്നാണ് ഇങ്ങനെ ശരണ്യ പറയുക. അവൾക്കറിയില്ലല്ലോ ബാക്കി അലീനയുടെ കഥകളും കാര്യങ്ങളൊക്കെ. ഒടുവിൽ ശരണ്യയും ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും പ്രഭാവനും ഒക്കെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ എന്താണെന്ന് അറിയത്തില്ല, അവിടെ പോയിട്ട് വല്ല പ്രശ്നം ഉണ്ടാക്കുമോ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പ്രഭാരം ചോദിച്ചു, എങ്ങനെയായി അവിടെ ചെന്നിട്ട് വല്ല വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായോ, ആ ചെക്കൻ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു. ശരണ്യ പറഞ്ഞു, അച്ഛാ അവിടെ ഒരു പ്രശ്നം ഉണ്ടായില്ല. അല്ല, അലീനയെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പിന്നല്ലാതെ അലീനയെ കാണാൻ പറ്റിയ ചായ തന്നു, കഴിക്കാനായിട്ട് ആഹാരം തന്നു, നല്ല രീതിയിൽ അവരെ ഞങ്ങൾ ട്രീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അത് സഹിച്ചില്ല. അവൻ പറഞ്ഞ അവരെ അവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ തേനും പാലും ഒക്കെ ഒഴുക്കി തന്നു. കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ട് മയങ്ങി വീണല്ലേ, നാണം ഉണ്ടോ എന്ന് ചോദിച്ചു. ആ സമയം ഗോപൻ്റെ അമ്മ പറഞ്ഞു, നീ എന്തിനാടാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്, അവരെ ഞങ്ങൾ ചീത്ത പറയാത്തത് കൊണ്ടാണോ, അവരെ ഇടപെടലിലൊക്കെ കാര്യങ്ങളൊക്കെ നല്ലതാണ്, അല്ലെങ്കിൽ ആ ചെറുക്കൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ,
നമ്മുടെ മോളുടെ, പക്ഷേ നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ടല്ലേ ആ ചെക്കന് കൊടുക്കാൻ ശ്രമിച്ചത് എന്ന് ചോദിച്ചു. പ്രഭാകരൻ പറഞ്ഞു, അവൻ ആ വീട്ടിലുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഒരു തെറ്റും ചെയ്യാത്ത പാവത്തിന് നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ടല്ലേ ക്രൂശിക്കാൻ ശ്രമിച്ചതെന്ന് ചോദിക്കാം. ശരണ്യമോൾ കൃത്യസമയത്ത് തന്നെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ ഈ സമയത്ത് ശരണ്യ പറഞ്ഞ ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കൊണ്ടാണ് ഞാൻ അന്ന് കോടതി സത്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ച് പ്രകാരം ചോദിച്ചു, അല്ല അവൾക്ക് അവിടെ എങ്ങനെയാ? അലീനയ്ക്ക് അവളുടെ അടുത്ത് ജോലിക്കാരിയാണല്ലോ. അത് കേട്ടപ്പോൾ ശരണ്യ പറഞ്ഞു, അമ്മയ്ക്ക് അങ്ങനെ തോന്നിയോ എന്ന് ചോദിച്ചു. ശരണ്യയുടെ അമ്മ പറഞ്ഞു, ഒരിക്കലും അല്ല, കാരണം അവൾ അവിടെ നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നത്. സ്വന്തം മോളെപ്പോലെ ബാലചന്ദ്ര സാറ് അലീനയെ കാണുന്നത്. അതുമാത്രമല്ല, സഹോദരങ്ങളായിട്ട് ബാക്കിയുള്ളവരെ അവിടെ നിൽക്കുന്നത്. അലീനയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അവരെയൊക്കെയാണ്. രോഹിത്തും ഭാവിതയും കൃഷ്ണമോളും ബബിതയും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് അലീനയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അത്രയും വലിയ വീട്ടിലെ കുട്ടികളൊന്നും പറയത്തില്ല. അതിൻ്റേതായ ജാടയോ അഹങ്കാരമോ ഒന്നും ഇല്ല എന്നാണ് അവർക്ക് ഇല്ലയെന്ന് പറയുകയാണ്. അലീന കുടുംബത്തിൽ അവരുടെ സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാണ് കരുതുന്നത് എന്ന് പറഞ്ഞു. അത് കേട്ട പ്രഭാരം പറഞ്ഞു, ആഹാ, അത് കൊള്ളാലോ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അവളെ എന്താ പറഞ്ഞത്? ജോലിക്കാരിയാണെന്നല്ലേ. അത് ജോലിക്കാരിയൊക്കെ തന്നെയാണ്, പക്ഷേ എങ്കിലും അവൾക്ക് അവിടെ എല്ലാ സ്ഥാനമാനങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. പിന്നീട് അവർ അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി. കോപം പറഞ്ഞു, അച്ഛ ഇതൊന്നും കേട്ടിട്ട് വിശ്വസിക്കൊന്നും വേണ്ട കേട്ടോ. എന്തൊക്കെയോ സംഭവിച്ചത് എന്ന് ആർക്കറിയാം. അവിടെ ചിലപ്പോൾ ഇനി അവിടെ ചെല്ലുമ്പോൾ ചീത്ത പറഞ്ഞെന്ന് അറിയത്തില്ല. നമ്മളെ ഇനിയിപ്പോൾ സങ്കടപ്പെടുത്തണമെന്ന് കരുതി നുണ പറഞ്ഞാണോ എന്ന്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് കരുതിയിട്ടാണോ ഇനി അമ്മയും മോളും കൂടെ കള്ളത്തരം പറയണമെന്ന് അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. പ്രഭാകരൻ പറഞ്ഞു, അവൾ അങ്ങനെ പറയത്തൊന്നുമില്ല എന്ന് പറഞ്ഞു. ആ സമയം അലീനയുടെ മുറിയിലേക്ക് കൃഷ്ണയും ബബിതയും കൂടെ വന്ന് അപ്പോഴേക്കും അലീന പറഞ്ഞു, അതെ, താങ്ക്സ് എന്ന് പറഞ്ഞു. എന്തിനാ അല്ല, ശരണ്യ വന്നു കഴിഞ്ഞപ്പോൾ ശരണ്യെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തു വിട്ടേന് ബബിതയോട് പറഞ്ഞു. പിന്നെ ട്രീറ്റ് ചെയ്തു ഇട്ടേരെ, ഞങ്ങളും ആരും താങ്ക്സ് ഒന്നും പറയണ്ട എന്ന് പറഞ്ഞു. ആ സമയം കൃഷ്ണമ്മ പറഞ്ഞു, ചേച്ചിയുടെ മുഖത്തിപ്പോൾ പകുതി അസുഖം കുറവുണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്താ നീ പുറത്ത് മുഖത്ത് നോക്കുമ്പോൾ പഴയതുപോലെ ഒന്നുമല്ല, ഇച്ചിരി ഉന്മേഷം കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ബബിത പറഞ്ഞു, ഇഷ്ടപ്പെട്ട ആളല്ലേ വന്നിരിക്കുന്നത്, അപ്പോൾ പിന്നെ ഉന്മേഷം കൂടാതിരിക്കുമോ? അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെപ്പോലെ തന്നെ അവളെ എനിക്ക്, കാരണം അവളെ ജീവിതത്തിലേക്കായി പിടിച്ചു കൊണ്ടുവരാനായിട്ട് ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടെന്ന് അറിയോ. എനിക്ക് ഒത്തിരി പ്രതീക്ഷ ഉണ്ടായിരുന്നു അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്നുള്ള ആ പ്രതീക്ഷ എൻ്റെ തെറ്റിയില്ല. അവൾക്ക് ഞാൻ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ, അതുകൊണ്ടല്ലേ എനിക്കൊരു വായ്മ വന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൾ ഓടി വന്നേ എന്ന് പറഞ്ഞു. ബബിത പറഞ്ഞു, ഏടി കൃഷ്ണൻ, നമ്മളെ ഈ വെറുതെ ആട്ടോടാ, കണ്ടില്ലേ ശരണ്യ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ്. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, അയ്യോടി ഇങ്ങനെ പറയരുത്, നിങ്ങളല്ലേ എനിക്ക് എല്ലാം വേണ്ട, നിങ്ങൾ കഴിഞ്ഞിട്ട് എനിക്കെല്ലാവരും ഉള്ളൂ എന്ന് പറഞ്ഞ കൃഷ്ണമോള് പറഞ്ഞു, സോപ്പാണ് ആർക്കറിയാം, സോപ്പൊന്നുമല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാണെന്ന് പറയാണ്. അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് കൃഷ്ണയും ബബിതയും കൂടി ചേർത്ത് പിടിക്കുകയാണ്. അപ്പം അതിൻ്റെ കഥകളൊക്കെ കാണാൻ പോകുന്ന ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും വരുന്ന എപ്പിസോഡിലൊക്കെ കാത്തിരുന്ന് കാണാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ബൈ. ഓക്കെ, താങ്ക് യു.